തൃശൂർ ജില്ലയിലേക്ക് വീണ്ടും തൃശൂർ ജില്ലയിൽ മഴക്കെടുതിയിൽ ഇന്ന് മരിച്ചത് 20 പേരാണ്. കുറാഞ്ചേരിയിൽ ഉരുൾപൊട്ടി 14 പേർ മരിച്ചു. വെറ്റിലപ്പാറയിലെ ഉരുൾപൊട്ടലിൽ വീട്ടമ്മ മരിച്ചു. ഭൂമലയിലും ദേശമംഗലത്തും കുറ്റൂരിലും മണ്ണിടിഞ്ഞ് മരിച്ചത് 5 പേരാണ്. രാവിലെ 6:30യോടെയാണ് കുറാഞ്ചേരിയിൽ ഉരുൾപൊട്ടിയത്. 5 വീടുകളും ഒരു കടയും മണ്ണിൽ ഒലിച്ചുപോയി. 3 പേരെ മാത്രം രക്ഷപ്പെടുത്തി. കനത്ത മഴ രക്ഷാപ്രവർത്തനത്തെ തടസ്സപ്പെടുത്തി. മലയുടെ മുകളിൽ നിന്നാണ് ഉരുൾപൊട്ടിയത്. കുറാഞ്ചേരി സെന്ററിലേക്ക് വീടുകൾ ഒലിച്ചെത്തി. മഴ തോരാതെ തുടരുന്നതിനാൽ വീണ്ടും ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുകയാണ്. നാട്ടുകാരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. സമീപകാലത്തൊന്നും കുറാഞ്ചേരിയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടില്ല. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിൽ ഉണ്ടായ ഏറ്റവും ഭീകരമായ ഒരു ദുരന്തമാണ്. എല്ലാവരും കൂടി ഒരുമിച്ച് അതിനുള്ള രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പെരിങ്ങൽകുത്ത് ഡാം പുലർച്ചെ മുതൽ കവിഞ്ഞൊഴുകുകയാണ്. വെള്ളം കയറിയതോടെ പവർ ഹൗസ് അടച്ചു. ജീവനക്കാർ ഡാമിന് മുകളിലുള്ള ഗസ്റ്റ് ഹൗസിൽ അഭയം തേടി. ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ശക്തിയായി ഉയരുകയാണ്. 3000-ഓളം വീടുകൾ വെള്ളത്തിലാണ്. ചാലക്കുടി ടൗണിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു. മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിൽ 1500-ഓളം പേർ കുടുങ്ങി. ഭക്ഷണം കിട്ടാതെ ഇവർ വലഞ്ഞു. നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. ഹൗസിംഗ് കോളനികളിൽ കുടുങ്ങിയവരെ വഞ്ചികളിലാണ് പുറത്തെത്തിച്ചത്. ആശുപത്രികളിൽ വെള്ളം കയറിയതോടെ രോഗികളെ മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റി. കുതിരാനിൽ മണ്ണിടിഞ്ഞതോടെ തൃശൂർ പാലക്കാട് യാത്രയും സ്തംഭിച്ചു. തൃശൂർ കൊച്ചി ദേശീയപാതയിലും വെള്ളം കയറിയിട്ടുണ്ട്. കനത്തമഴയിൽ പാലക്കാടിനെ നടുക്കി നെന്മാറയിൽ ഉരുൾപൊട്ടൽ 2 കുടുംബങ്ങളിലെ 7 പേർ മരിച്ചു. കാണാതായവർക്ക് വേണ്ടി തിരച്ചിൽ തുടരുന്നു. ശക്തമായ മഴ രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുകയാണ്. നെന്മാറ അളവുശ്ശേരി ചേരിക്കാട്ടിലെ ആവനാട് മലയാണ് ദുരന്തം വിതച്ചത്. രാവിലെ 6:20-നായിരുന്നു മഴവെള്ളപ്പാച്ചിൽ. പാറക്കെട്ടുകളുടെ മലയിടിഞ്ഞ് 3 വീടുകൾക്ക് മുകളിലേക്ക് പതിച്ചു. ഗംഗാധരൻ, അഭിജിത്ത് എന്നിവരുടെ കുടുംബങ്ങൾ മണ്ണിനടിയിലായി. ഗംഗാധരൻ ഭാര്യ സുഭദ്ര, മകൾ ആര്യ, മകൾ ആതിര, ഇവരുടെ നവജാത ശിശു അഭിജിത്ത്, സഹോദരി അനിത എന്നിവരാണ് മരിച്ചത്. ഒരു പൊട്ടിത്തെറിയുടെ ശബ്ദം ആദ്യം കേട്ടത്. പൊട്ടിത്തെറി എന്ന് അറിയാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയത്. അപ്പോഴാണ് സംഭവം. മല ഒന്നാകെ ഒഴുകി വരുന്ന ഒരു അവസ്ഥയാണ് കണ്ടത്. കാണാതായവർക്ക് വേണ്ടി രക്ഷാദൌത്യം തുടരുകയാണ്. ഇതിനിടയിൽ വീണ്ടും ഉരുൾപൊട്ടുന്ന സാഹചര്യമുണ്ടായി. എല്ലാവരും ഓടി മാറുകയായിരുന്നു. വീടോടുള്ള വൈകാരികമായിട്ടുള്ള ബന്ധം ഉണ്ടാവും. എന്നാൽ പോലും തൽക്കാലം കുറച്ച് ദിവസമെങ്കിലും മാറി താമസിക്കുന്നതായിരിക്കും നന്നാകുക. ഇടയ്ക്ക് പെയ്യുന്ന കനത്ത മഴ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകുന്നു. കാലവർഷക്കെടുതിയിൽ പാലക്കാടിനെ നടുക്കിയ ആദ്യ സംഭവമാണിത്. മഴ കനക്കുംതോറും ആശങ്കകൾ വിട്ടൊഴിയാതെ നാട് വേദനയിലാണ്. പാലക്കാട് നെന്മാറയിൽ നിന്ന് ക്യാമറാമാൻ PR രാജേഷൊപ്പം ബിനോയ് രാജൻ, മനോരമ ന്യൂസ്.